അങ്ങനെ വൃഷഭയുടെ ഷോസ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അറിഞ്ഞു കാണും. അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷേ അത് വലുതായിട്ട് വന്ന് ചെറുതായി പോയ രീതിയിലായിരുന്നു ഇപ്പം സംസാരം. അപ്പം പടത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് ബിലോ ആവറേജ് മൂവി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ മ്യൂസിക് ഏജൻറ് ചെയ്തിരിക്കുന്നത് സാംസിയസ് ആണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് എന്തായാലും നല്ലതായിരിക്കുന്നു. അതുപോലെ തന്നെ മ്യൂസിക് എന്തായാലും നല്ലതാണ്, BGM ഒക്കെ നല്ലതാണ്. എന്നാൽ പടം ഒരു ബിലോ ആവറേജ് മൂവിയാണെന്നാണ്. ഫസ്റ്റ് ഹാഫ് വലിയ രസമൊന്നുമില്ല, ബോറിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം അതിലും അലമ്പായിട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ മ്യൂസിക്കും BGMഉം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സാംസിയസ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കാലത്തെ ആ ഒരു സീൻസൊക്കെ വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടില്ല തിയേറ്ററിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടൈറ്റിൽ കാർഡാണ്. അത് കിടില്ല സാധനം തന്നെയാണ്. അതേ വീഡിയോ കണ്ട് കിടിലം ഒരു ടൈറ്റിൽ കാർഡാണ് ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് മലയാള സിനിമയിൽ തന്നെ ഇങ്ങനൊരു ടൈറ്റിൽ കാർഡ് ലാലേട്ടന് കിട്ടിയിട്ടില്ല. ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ബിലോ ആവറേജ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പം എന്തായാലും വേസ്റ്റിംഗ് ടൈം എന്നുള്ള രീതിയിലാണ് ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏകദേശം 95%. പിന്നെ എന്തായാലും ഇറങ്ങി. അപ്പോൾ ഇനിയും കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം എന്തായാലും നന്ദകിഷോറാണ് പടം സംവിധാനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പം അതിൻ്റെ വെച്ചിട്ട് ഏകദേശം 70 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എങ്കിൽ അതിനുള്ള ഒന്നും ഈ സിനിമയിലില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അപ്പം എന്തായാലും ലാലേട്ടൻ ഇനിയെങ്കിലും പാൻ ഇന്ത്യൻ മൂവി ചെയ്യുമ്പോൾ, അന്യ സംസ്ഥാനത്ത് പോയി പാൻ ഇന്ത്യൻ മൂവി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്റ്റോറീസൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ പുള്ളിയുടെ കാലമാണ്. അപ്പം പുള്ളി ഇങ്ങനത്തെ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് നല്ല രീതിയിലുള്ള പടങ്ങൾ ചെയ്യുക. അപ്പം എന്തായാലും ഇത് പോട്ട് നമുക്കിനിയും 2026 ലാലേട്ടൻ്റെ കിടലിൻ്റെ ലൈനപ്പാണ് മലയാളത്തിലും തമിഴിലും ഒക്കെ വരാനിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഇത് നമുക്ക് നെഗറ്റീവ് അല്ലെ വിഷമകരമാണ്. എന്തായാലും പോട്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം.